ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗോഡ് ബ്ലെസ് യു ആൻഡ് അസ്. ഞങ്ങളങ്ങനെ അജ്മീർ യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. പിന്നെ അന്ന് പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത ട്രാവൽ വീഡിയോ ഇനി ഉടനെ തന്നെ വരുന്നതാണ്. ഈ വരുന്ന ഏപ്രിൽ 28-ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അന്ന് തന്നെ ഞാൻ അടുത്തൊരു യാത്ര പോകാൻ ഇറങ്ങുകയാണ്. നമ്മുടെ ബൈക്കിലാണ്, ബുള്ളറ്റിൽ. നമ്മൾ അജ്മീർ പോകുന്നതിന് മുന്നേ തന്നെ അതിനകത്ത് കൊണ്ടുപോകേണ്ട സാധനങ്ങളൊന്നും എടുത്തു വെച്ചിട്ടില്ല. എങ്കിലും വണ്ടി പോകാനുള്ളതായിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരുന്നു പോയത്. കാരണം ഇനി വന്നിട്ടുള്ള ടൈം കറക്റ്റ് ആവുമോ ഇല്ലയോ എന്നറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഓൾറെഡി പോകാനുള്ളതായിട്ട് വണ്ടിയിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലോട്ട് അങ്ങോട്ട് പോകാം. അതുകൊണ്ട് നമ്മുടെ പോകേണ്ട വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഇതാ നമ്മുടെ വണ്ടി. ഇതിനകത്തെല്ലാം എന്താ ഞാൻ തുറന്ന് കാണിക്കാം. ഇപ്പം ഇത് ഞാൻ മൂടി വെച്ചിരിക്കുമായിരുന്നു. ഇത് നമ്മുടെ മറ്റേ വണ്ടി. ഇത് പിന്നെ ഞാൻ വന്നതിന് ശേഷം എടുത്തായിരുന്നു. പിന്നെ ഇന്നലെ ഞാൻ എറണാകുളം പോയിരിക്കുമായിരുന്നു. അപ്പം സാധാരണ ഞാൻ ഇതിലും ആ വണ്ടിയിലുമായിട്ട് എറണാകുളം പോവും. പിന്നെ നമ്മുടെ കാറിനകത്തും പോവും. പിന്നെ ഇന്നലെ ഞാൻ യാത്രയുടെ ഒരു ക്ഷീണം കൊണ്ട് ഇതിൽ 2 ബൈക്കിലല്ല പോയത്, കാറിനകത്ത് തന്നെ പോയത്. പിന്നെ ഇന്നലെ മഴയായത് കാരണം ഞാൻ ഇങ്ങോട്ട് സൈഡിലോട്ട് കൊണ്ട് വെച്ചതാണ് ഇവിടെ. വണ്ടി ഞാനിപ്പോൾ തുറന്ന് കാണിക്കാം. ഞാൻ അതിനകത്ത് ചെയ്തേക്കുന്ന എന്തുവാന്ന് വലിയതായിട്ടൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ക്യാരിയറൊക്കെ വ്യത്യാസമായിരുന്നു. അതിപ്പം ഞാൻ ബാഗ് അതൊക്കെ വെക്കാനുള്ള രീതിയിലാക്കി. പിന്നെ സൈഡിലൊരു ബാഗും വെച്ച്, അത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. വണ്ടി ഞാൻ തുറന്ന് കാണിക്കാം. വണ്ടി ഇതേ ഇങ്ങനെയാണ്. ഇതിൻ്റെ ക്യാരിയറൊന്നും ഇങ്ങനെ അല്ലായിരുന്നു, മറ്റേ നോർമലി ഉള്ളതായിരുന്നു. ഇപ്പം ഞാൻ പോകുന്നതിന് മുന്നേ ഇങ്ങനെ ആക്കിയതാണ്. കാരണം നമ്മുടെ ബാഗ് സാധനം എന്തെങ്കിലുമൊക്കെ വെക്കാം. പിന്നെ ഇത് ഞാൻ അല്ലാത്ത മേടിച്ച് വെച്ചതാണ്. എന്തെങ്കിലും സാധനമൊക്കെ വണ്ടിയുടെ പേപ്പറൊക്കെ അല്ലാതെ വെച്ചത്. ഇതിനകത്ത് എൻ്റെ റൈഡിങ്ങിൻ്റെ സാധനവും ഒക്കെ വെക്കാൻ. പിന്നെ വണ്ടി പോകുന്നതിന് മുന്നേ സർവീസ് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. പിന്നെ അതിൻ്റെ എന്തെങ്കിലും മെക്കാനിക്കിൻ്റെ ഒക്കെ ഉണ്ട്, അതൊക്കെ നോക്കി വെച്ച്. പിന്നെ ഇതൊന്ന് ചെറുതായിട്ട് പെയിൻ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇതിനകത്തുനിന്ന്. അതൊന്ന് പെയിൻറ്റ് ചെയ്യാനൊക്കെ കൊടുത്ത് പെയിൻറ്റും ചെയ്യിച്ച് എല്ലാം കണ്ട് ഞാൻ തന്നെ അഴിച്ചു കൊടുത്തതാണ്. എന്നിട്ട് എല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്ത്. നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ കുഴപ്പമില്ല, കണ്ടീഷനായിട്ട് തന്നെ ആയിരിക്കുന്നു. എല്ലാം ക്ലീനാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് മൊബൈൽ ചാർജിങ്ങിൻ്റെ ഇതൊക്കെ ഉണ്ട് ഇതിൽ. ഫോൺ ഹോൾഡറിനകത്ത് തന്നെയുള്ള മൊബൈൽ ചാർജിങ് ഉണ്ട്. ഗൈസ്, എനിക്ക് പിന്നെ ഇവനെ പറ്റി പറയാനുള്ളത്, ഇവൻ എൻ്റെ ഇനി ഏതൊക്കെ വണ്ടി വന്നെന്ന് പറഞ്ഞാലും അവൻ വന്നെന്ന് പറഞ്ഞാലും ഈ വണ്ടി കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് വേറെ ഏത് വണ്ടി വന്നാലും. കാരണം ഈ വണ്ടിയായിട്ട് അത്രയും അറ്റാച്ച്മെൻ്റ് ആയി പോയിട്ടുള്ളത്. വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ ചിലപ്പോൾ ഞാൻ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഈ കളറ് ഒന്ന് മാറ്റും. കാരണം നോർമലി ഓഫ് ചെയ്തിടാൻ വഴിയില്ല, ഇല്ലെങ്കിൽ അകത്തുനിന്ന് ഊരി വിടണം. അത് ഇവിടെ നിന്ന് അഴിച്ച് നമുക്ക് ആ ലൈറ്റ് ഊരി എടുക്കാം. കാരണം ലോങ് പോകുമ്പോഴേ ഇമ്മീഡിയറ്റ് ചെക്കിങ് എങ്ങാനും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഫൈൻ തരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇതൊന്ന് ഊരി മാറ്റണം പോകുന്നതിന് മുന്നേ. ഇത് ഊരി മാറ്റിയിട്ട് വേണം പോകാൻ. എന്തായാലും ഞാൻ മറക്കാതെ ചെയ്യും. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഇനിയൊന്നുമില്ല. ഫോൺ ഡബിൾ ഹോണായിരിക്കുന്നെങ്കിലും അത്ര സൗണ്ടുള്ളതൊന്നും അല്ല. പിന്നെ സൈലൻസറൊക്കെ നോർമലി വെച്ചിരിക്കുക. വേറെ സൗണ്ടുള്ള സൈലൻസറൊക്കെ ഉണ്ട് ഇപ്പോൾ. പിന്നെ ചെക്കിങ് ഒക്കെ നല്ല കടുപ്പിച്ചുള്ള ടൈം ആയതുകൊണ്ട് എല്ലാം ഊരി വെച്ചിരിക്കുക. നോർമലി പിന്നെ ലോങ്ങൊക്കെ പോകുമ്പോൾ ഈ സൈലൻസറാണ് നല്ലത്. സൗണ്ടുള്ളത് മിക്കവാറും വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ സൈലൻസറാണ് നല്ലത് എപ്പോഴും. പിന്നെ നമ്മുടെ ഈ ചാനലിൻ്റെ പേര് എവിടുന്ന് വന്നതെന്ന് ഉള്ളത് നിങ്ങൾക്ക് കാണണ്ടേ, അതിനെ ഇപ്പോൾ കാണിച്ചു തരാം. ഈ ഇരിക്കുന്ന ആളൊക്കെ ഉണ്ടോ? ഈ ആളുടെ ഇതിൽ നിന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേരും ഇൻസ്റ്റാഗ്രാമിൻ്റെയും എല്ലാ പേരും വന്നേക്കുന്നത്. ഈ സൈക്കിളിൻ്റെ പേരാണ് ട്രീനെക്സ്. ഇവിടെ നിന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേരും എല്ലാം വന്നേക്കുന്നത്. ഇതെൻ്റെ ഗിയർ സൈക്കിളായിരുന്നു. ഇതിപ്പം അനിയനാണ് ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെയൊക്കെ
സൈക്കിൾ റൈഡൊക്കെ പോകുമായിരുന്നു. സൈക്കിളിലൊക്കെ ഒരുപാട് സ്ഥലം പോയിട്ടുണ്ടായിരുന്നു. ഇതെടുക്കുന്നതിന് മുന്നേ വേറൊരു സൈക്കിളുണ്ട്, അത് വീടിൻ്റെ അകത്ത് മുകളിൽ റൂമിലിരിപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം ആ സൈക്കിള്. എന്താ അവനെയും കൂടി ഇങ്ങോട്ടേക്കും കയറ്റി വെച്ച്. അവിടെ നല്ല വെയിലുണ്ട് ആ സൈഡിൽ നിന്ന്. വണ്ടി സൈഡിലിരുന്നത് നല്ല ചുടുമൂടി ഇട്ടിരിക്കുമായിരുന്നു, എങ്കിലും നല്ല വെയിൽ ഇങ്ങോട്ട് വെക്കാൻ ഈ സൈഡിലോട്ടിങ്ങ് വെച്ച്. അത് രണ്ടുപേരും ഒരേ ഫ്രെയിമിൽ തന്നെ ഉണ്ട്. രണ്ടുപേരും ഇങ്ങനെ കാണിച്ചാൽ മതിയല്ലോ. നമുക്കൊരു യാത്രയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണോ എന്നുള്ളത് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ. ഇത് ഡ്രസ്സ്, പാൻറ്റ്, ഷർട്ട്, കോട്ട്. ഇത് നമ്മളത് റൈഡിങ് സാധനങ്ങളൊക്കെ, കയ്യുറയും ഫേസ് മാസ്കും എല്ലാം ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇത് നമ്മുടെ ട്രൈപോഡും ഇത് വെക്കാനുള്ളതാണ്. പവർ ബാങ്ക്, ട്രൈപോഡ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ ബാഗിനകത്തോട്ട്. പിന്നെ ഹെഡ്സെറ്റ് നമ്മുടെ കയ്യിൽ തന്നെ വേണം, അല്ലെങ്കിൽ അത്യാവശ്യം അല്ലാത്തപ്പോൾ ഉപയോഗിക്കാത്തപ്പം ആ ബാഗിനകത്ത് വെക്കാം. ഇത് എന്തുവാ ഫോഗിൻ്റെ ബോഡി ക്രീമാണ്, പെർഫ്യൂം. നല്ല മണമാണ് ഇത് ഫോഗിൻ്റെ. ഇത് പിന്നെ പേഴ്സാണ്. ഇതിങ്ങനെയാണ് തുറക്കുന്നത്. ഇതിനകത്ത് എൻ്റെ ലൈസൻസും ATM കാർഡ് മാത്രമേ ഉള്ളൂ, മറന്നുള്ളൂ. അതൊക്കെ പിന്നെ ഈ ബാഗിൽ തന്നെ വെക്കാം. പിന്നെ എൻ്റെ മോതിരം, ഇപ്പോൾ അജ്മീർ പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ച മോതിരമാണ്, നീല കളർ, നല്ല രസമുണ്ട്. പിന്നെ വാച്ച്, ഇത് പിന്നെ എൻ്റെ എക്സ്ട്രാ ഒരു ഫോൺ. അല്ലാതെ കോളും നമുക്ക് മാപ്പിട്ട് പോകണ്ടേ, അതിനുള്ളതാണ്. ഗൂഗിൾ മാപ്പിട്ട് പോകാനുള്ളത്. ഇത് നമ്മുടെ ഹെൽമെറ്റ് വേറെ ഒരെണ്ണം ഉണ്ട്. അത് ഞാൻ ചിലപ്പോൾ ഇതല്ലെങ്കിൽ അതെടുക്കും. നമ്മൾ സ്റ്റഡ്സിൻ്റെ തന്നെ മറ്റേ വലുതില്ലേ, അതുണ്ട്. പിന്നെ ഇത് നോർമൽ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നതായിരുന്നു, ഇതോ അല്ലെങ്കിൽ അതും എടുക്കും. ഈ ബാഗിനകത്ത് പിന്നെ നമുക്ക് ഡ്രസ്സെല്ലാം കയറ്റി. പിന്നെ ഹെൽമെറ്റ്, ഈ ലോക്ക് പിന്നെ നമുക്ക് ഹെൽമെറ്റ് വെച്ച് വണ്ടി എവിടെയെങ്കിലും വെക്കും ആണെങ്കിൽ ഹെൽമെറ്റ് ലോക്ക് ചെയ്യാനോ അല്ലെ അതെന്തെങ്കിലും അപ്പോൾ ആവശ്യം വരുവാണെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് ഇരിക്കട്ടെ. നമ്മളിത് വണ്ടിയിലോട്ട് എല്ലാ സാധനങ്ങളും കയറ്റാൻ വേണ്ടി പോകുമായിരുന്നു. ഞാനിപ്പോൾ നോർമൽ സാധാ ഡ്രസ്സായിട്ടിരിക്കുന്നത് ഇവിടെ ഇട്ടിരിക്കുന്നത്. എല്ലാം വണ്ടിയിലോട്ട് കൊണ്ട് കയറ്റാൻ വേണ്ടി പോവാം. പിന്നെ ഇവിടെ നമ്മുടെ ബാഗും ഹെൽമെറ്റ് സാധനങ്ങളെല്ലാം ഇരിപ്പുണ്ട്. എല്ലാം പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് എല്ലാം വണ്ടിയിലോട്ട് കയറ്റിയാൽ മതി. ഇത് നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഉറയിൽ നമ്മൾ വണ്ടിക്കകത്തോട്ട് വെക്കേണ്ട സാധനങ്ങളുണ്ട്. അതിപ്പോൾ അത് ഇവിടുന്ന് മേളിൽ നിന്ന് താഴെ കൊണ്ടുപോയിട്ട് അതിൽ നിന്നെല്ലാം എടുക്കണം. എന്താ ഇതിന് ഹെൽമെറ്റിനകത്തിരിക്കുന്ന സാധനം മറ്റേ കേബിൾ ഇത് വലിച്ച് കെട്ടാനുള്ളത്. പിന്നെ ഇതിൻ്റെ കയ്യിലിരിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ അന്ന് ഹെഡ്ലൈറ്റിൻ്റെ അകത്തുള്ള ആ കളർ ലൈറ്റ് മാറ്റണമെന്നുള്ള അതിനുള്ള സാധനമാണ്. പിന്നെ ഇതും വണ്ടിയിൽ വെച്ചിരിക്കുക, ആവശ്യം വരുവാണെങ്കിൽ ഉപയോഗിക്കാമല്ലോ. ഇതെല്ലാം ഉണ്ട് ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് താഴെ ചെന്നിട്ട് കാണാൻ. നമ്മളങ്ങനെ നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തി. അങ്ങോട്ട് വെച്ചത് ബാഗ് ഇതിരിക്കുന്നു. ഇതിനകത്തോട്ടെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ. നമ്മൾ വണ്ടിയുടെ മൂടിയിടുന്ന കവറും എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് വെക്കാതും. പിന്നെ ഇതും എല്ലാം ഇതിനകത്തോട്ട് വെക്കാം, ഇതിൻ്റെ കവർ വെക്കാം. ഏകദേശം നമ്മളിത് സാധനങ്ങളൊക്കെ ഏകദേശം വണ്ടിയിലോട്ട് കയറ്റി. ഇനിയും അല്ലാതെ രണ്ട് മൂന്നെണ്ണം കൂടെ എടുക്കാനുണ്ട്. എന്ന് വെച്ചാൽ വേറെ ഏതല്ല, ഈ ബാഗിനകത്തോട്ട് തന്നെ കയറ്റണം. ഇതിപ്പോൾ ഒന്നുകൂടെ അഴിച്ചു നോക്കും. ഇതിപ്പോൾ തൽക്കാലം ഒന്ന് വെച്ച് നോക്കിയതാണ്. ഇതിനകത്തോട്ട് 2-3 കൂടെ വെക്കാനുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മുടെ കയ്യറയും പിന്നെ വേറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനകത്തും വേറെ ഉണ്ട്. പിന്നെ ഇതിന് ഹെൽമെറ്റ് പിന്നെ സാധനങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് എല്ലാം വെച്ചാൽ. പിന്നെ ഈ ബാഗ് ഇത് നമുക്ക് കൊണ്ടുപോകാനുള്ളത്. ഇത് പിന്നെ നമ്മുടെ ക്യാമറയുടെ സാധനങ്ങളൊക്കെ, ട്രൈപോഡ്. ഇത് പിന്നെ ഞാൻ അജ്മീറിൽ നിന്ന് മേടിച്ചതാണ്, ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത്. നമുക്ക് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് പോസ് ചെയ്യാനും ഇതാക്കാനും ഒക്കെ പറ്റും. നല്ലൊരു സാധനമാണ്.
പിന്നെ അതിൻ്റെ താക്കോൽ ഐറ്റംസൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇത് മൈക്ക്, നമ്മുടെ പിന്നെ പവർ ബാങ്ക് വേണ്ട. ഇത് നമ്മളന്ന് അജ്മീർ പോകുന്ന നേരം മേടിച്ചേക്കാം, എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് ആപ്പിളിൻ്റെ ഇത് സാൻഡ് ഡിസ്ക്. നമുക്കിത് ഇതിൻ്റെ ഹെഡ് ലൈറ്റിൽ നിന്ന് ഈ ലൈറ്റൊന്നും ഊരി വേണ്ടി താക്കോലെടുത്തില്ല. ഈ ലൈറ്റ് ഉണ്ടോ, ഈ ലൈറ്റ് നമുക്കങ്ങ് ഊരി മാറ്റിയേക്കാം. ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു, പാർക്ക് ലൈറ്റ്. ഇത് അറിയില്ല, എങ്കിൽ ഊരി മാറ്റാം. ഇത് നമ്മൾ ആ ലൈറ്റ് ഊരി എടുത്തിട്ടുണ്ട്. മറ്റൊന്ന് ലൈറ്റില്ല, ലൈറ്റില്ല, ഇത് മാറ്റി വെച്ചിരിക്കുക. നമ്മളിത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കാണാൻ ഒരാൾ വന്നിരിക്കുക. ഹായ് ഹായ്, എന്താ പേര്? ഷമ്മാസോ? എന്തുണ്ട്? നല്ല വിശേഷമാണ്. കഴിച്ച വല്ലത്? അവനെ യൂട്യൂബിൽ എടുക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ. അവനെ അജ്മീറൊന്നും പോയപ്പോൾ അവനെ എടുത്തില്ലല്ലോ, അവന് വീഡിയോ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അവർ വന്നില്ല. ഇപ്പം അവനതേ ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയില്ലേ? താങ്ക് യു. ആ കയറിക്കോ, വീഴത്തില്ല, കയറിക്കോ, പിടിച്ച് കയറിക്കോ, ചവിട്ടിക്കോ, അത് ചവിട്ടി കയറി. ആ ഇട്, നേരെ ഇട്, ലോക്ക് പോവും. നേരെ ഇട്, ഞാൻ ഇട്ട് തരാം. അതെ, ഇതിൽ നോക്കി ഓണാക്ക്. എന്തുവാ? ആണോ? ബുള്ളറ്റ് ഓടിക്കാൻ പോവാം. എന്നാലും ഒന്ന് ഓടിച്ചു നോക്കാം. ബൈക്കല്ലേ ഇത്? ബൈക്കല്ലേ? ഒന്ന് റോഡ് വരെ ഒന്ന് ഓടിച്ചു നോക്കാം. എങ്ങനെ ഓടിക്കും? കാലങ്ങ് അങ്ങ് താഴെ കിടക്കുവാന്നല്ലോ, എങ്ങനെ ഓടിക്കും ഇതിപ്പം? സ്റ്റാൻഡിൻ്റെ അവിടെ അല്ല വണ്ടി. അപ്പം എങ്ങനെ നീ ഇത് താങ്ങും നീ? കാലെങ്ങനെ താഴെ കുത്തും? കാലവിടെ അങ്ങനെ വെക്കുവാ. ഞാൻ കയറണ്ടേ അപ്പം? ഞാൻ പുറകെ ഇരുന്നാ മതിയോ? അവിടെ ഇരിക്കണം. എൻ്റെ കൂടെ വരുന്ന യാത്ര പോവാൻ? വരുന്ന ഡ്രസ്സൊക്കെ എടുത്ത് വാ, ബാഗൊക്കെ ഇട്ടോണ്ട്. വരുന്നാ? വണ്ടി ഓടിക്കാൻ പോവാന്ന്. നീ എന്നെ ബുള്ളറ്റിൽ പോയിക്കോ, ഞാൻ ഇതിനകത്ത് വരാം. ഓക്കെ, ആ പോക്കോ. എവിടോട്ടാ പോകുന്നത്? പുല്ലുളങ്ങരയല്ല? അവിടെ കറങ്ങി തിരിഞ്ഞു വരും. ക്യാമറയുടെ വണ്ടി ചെന്ന് വിടല്ലേ, ഹെൽമെറ്റ് ഒക്കെ ഇട്ടോണ്ട് പോകണം. ഹെൽമെറ്റ് ഇല്ലാതെ റോഡിലോട്ടൊന്നും ഇറങ്ങരുത്. അത് നിനക്ക് ചേരുവാ, വലിയ ഹെൽമെറ്റ്? തന്നാ മതിയോ? ഫോണടിച്ചേ.
കിട്ടി. എങ്ങനെയുണ്ട് വണ്ടി? കൊള്ളാമോ? ഞാനപ്പോ വണ്ടി ഓടിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്കെല്ലാം ആഗ്രഹം വരുന്നുണ്ടാ ഞാൻ വണ്ടി ഓടിക്കാൻ വന്നത്. ഹലോ, ഓടിക്കാൻ പോവാണ്. എന്റെ വണ്ടിയുടെ എണ്ണ തീർക്കരുത്. എത്രാന്ന്? 300 സംതിങ്. ഫുള്ള് കൊടുക്കരുത് പതുക്ക. അപ്പൊ ഞാൻ ഓടിക്കാൻ പോവാണ്. അപ്പൊ എന്റെ ഉണ്ണിക്കണ്ണ ഇവിടെ ഇപ്പോണ്ട്. അതിനോട് ഒന്ന് സെറ്റ് ചെയ്യണം. ഹെൽമെറ്റ് ഒക്കെ ഇട്ട് പോവാന്നോ? അതെ. വണ്ടി ഓഫ് ചെയ്തിട്ട് പറ, ആർക്കും കേൾക്കാൻ പറ്റത്തില്ലേ നീ പറയുന്നത്. ഉണ്ണിക്കണ്ണൻ സെറ്റ് ചെയ്യാൻ പോയി വണ്ടി കഴിഞ്ഞിട്ട്. അപ്പൊ വേറെ ഒന്നും ഇല്ല, ചെയ്യാൻ പോവും. അപ്പൊ നമുക്ക് വണ്ടി ഓടിക്കാം. അപ്പൊ ഈ സാധനം വന്നിട്ട് എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ ഷമ്മാസിന് പറയാനുള്ളത്? എന്താ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞേ? പറ. അത് പൊക്കിട്ട് പറ, ഗ്ലാസ് പൊക്കിട്ട് പറ. പറ. അല്ല, അവരോട് നീ എങ്ങോട്ട് പോകുവാന്ന് പറ വണ്ടി ഓടിച്ച്. ഞാൻ പോയിട്ട് കറങ്ങി തിരിഞ്ഞു വരും. പുള്ളികളങ്ങനെ പോയിട്ട് കറങ്ങി തിരിഞ്ഞു വരുമോ? അതാ പറയാനുള്ളത്. ഓടിക്കാൻ പോവാനോ? പഠിച്ച് ഇവനെ വിശ്വസിച്ച് വണ്ടി വെച്ചിട്ട് പോകാൻ പറ്റത്തില്ല. എവിടെ വരും? വരുമ്പോ എനിക്ക് വണ്ടി സാൻഡി പൊക്കിയിട്ട് എനിക്ക് വണ്ടി പിള്ളേരെ വേറെ ഓടിക്കാൻ തന്നോളൂ. ഊരണ വണ്ടി ഓടിക്കാൻ പോകുന്നു. ഹായ്, ഹലോ. അപ്പൊ അപ്പക്കാട് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. നിങ്ങൾക്കെല്ലാം ഇഷ്ടമുള്ള അപ്പക്കാനാണോ ആരെയാ ഒന്ന് നോക്കണം. അപ്പുക്കാനെയാണോ ഷമ്മാസിനെയാണോ നിങ്ങൾക്കെല്ലാം ഇഷ്ടം? അപ്പക്കാനെയാണോ ഷമ്മാസിനെയാണോ ഇഷ്ടം? ഞാനിപ്പോ വണ്ടി ഓടിക്കാൻ പോവാ. നോക്കിക്കേ, തണ്ണാടിക്കെടുക്കുന്നുണ്ടോ? തേണ്ടേ, തണ്ണാണിയാണിത്, കണ്ടോ? തേണ്ടേ, എനിക്ക് കിടക്കാൻ പറ്റും തണ്ണാണി. പിന്നെ വെള്ളത്തിന്റെ താക്കോല് നമ്മളത് അപ്പുറം വരെ ഒന്ന് പോകുക, ഒരാവശ്യം വന്നിട്ട്. അവിടെ വീഡിയോ അവിടുത്തെ അത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ വേറൊരു ആവശ്യം വന്ന് വിളിച്ചു, അങ്ങനെ പുറത്തോട്ടിറങ്ങി. ബൈക്ക് എടുത്തില്ല, ബൈക്ക് കയറ്റി വെച്ച് നമുക്ക് ഇനി ബുള്ളറ്റിന് പോകാൻ വേണ്ടിയുള്ള ആവശ്യത്തിന് വേണ്ടി വെച്ചേക്കുന്നു. പിന്നെ മറ്റേ വണ്ടി ഇറക്കിയില്ല, പിന്നെ ഇപ്പോൾ അത്യാവശ്യം പെട്ടെന്ന് പോകേണ്ടത് കൊണ്ട് നമ്മുടെ വഴിയിൽ റോഡിലോട്ട് ഇറക്കി വണ്ടി ഇറക്കി നേരെ നമ്മുടെ
നേരത്തെ വ്ളോഗിനകത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ചേട്ടൻ്റെ മോൻ, അവൻ്റെ പേര് ഷമ്മാസ് എന്നാണ്. അവന് നമ്മളിപ്പോൾ അടുത്ത വേറൊരു വണ്ടിയിൽ, ഇത് ഞങ്ങളുടെ മാമാടെ വണ്ടിയാണ്. അപ്പോൾ അവരിവിടെ സ്ഥലത്തില്ല, അവർ നമ്മൾ പോയിരിക്കുക, രാജസ്ഥാൻ പോയിരിക്കുക. അപ്പം വണ്ടി എൻ്റെ കയ്യിലായിരുന്നു, വീട്ടിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാനും ഇനിയിപ്പോൾ അടുത്ത യാത്ര പോവല്ലേ, ഇനിയിപ്പോൾ വീട്ടിൽ മറ്റേതും കൂടെ കിടക്കുന്ന രണ്ടും കൂടെ ഇടാൻ പാടായതുകൊണ്ട് ഇനിയിപ്പം തിരിച്ച് അവരുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അവരുടെ വീടിൻ്റെ വാതൊക്കെ കിടക്കുക, അതവിടെ വലിച്ചത് പുറത്തത് ഒരു ഷീറ്റ് ടാർപ്പ് എന്തുകൊണ്ടോ വലിച്ച് കെട്ടിയിരിക്കുക. അപ്പോൾ അത് ഇപ്പം വരും, അപ്പുറത്തുനിന്ന് വരുമ്പോഴത്തേക്ക് മാറ്റാനാണ്. വന്നിട്ടുണ്ട് വീട്, അടുത്ത വണ്ടിയായത്. എന്നിട്ട് വലിച്ചേ വണ്ടി ഇടാനാണ് ഇവിടെ കുഴപ്പമില്ല, അവരെ ഏൽപ്പിക്കണം. ഞാൻ പോകുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ പോകുമ്പോഴത്തേക്ക് അവർ തിരിച്ചെത്തും. വണ്ടി കറക്റ്റ് കൊണ്ട് ഒതുക്കി ഇട്ടുണ്ടായാലും നമുക്ക് ഇറങ്ങാം. ഇത് നമ്മളെ വിളിക്കാൻ വന്നത് വണ്ടി ഇത് അവിടെ ഇട്ടിട്ട് തിരിച്ചെല്ലാം അടച്ചിട്ട് തിരിച്ച് പോകുക. പോട്ടെ. അതേ പമ്പിലോട്ട് വന്നത് ഇവിടെ ബുള്ളറ്റിന് എണ്ണ അടിക്കാൻ വേണ്ടി. ഇരിക്കാനുള്ള ബുള്ളറ്റാണ്. നമ്മളിപ്പോൾ ഒരാളെ മീറ്റ് ചെയ്യാൻ വന്നിരിക്കുക, ഒരു യൂട്യൂബറാണ്. അത് നമ്മുടെ ചാനലൊക്കെ കണ്ടിട്ട് എന്നെ വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് എനിക്കുള്ളതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഇതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതും വീഡിയോ എഡിറ്റിങ്ങും എല്ലാം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ മീറ്റ് ചെയ്യാൻ വേണ്ടി വരാൻ പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ എത്തിയിട്ടുണ്ട്, ആളുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ആളുടെ അടുത്തോട്ട് പോകാൻ പോകും. ആ ഫ്രണ്ടേ പോകുന്ന ആളെയാണ് നമ്മൾ മീറ്റ് ചെയ്യാൻ വന്നത്. ആളുടെ സ്ഥലത്തോട്ട് നമ്മളെയും കൊണ്ട് പോവുക. വണ്ടി നമ്മൾ ഇങ്ങോട്ട് പാർക്ക് ചെയ്ത് അവരുടെ സ്ഥലത്ത് നമ്മൾ എത്തി ഇറങ്ങാൻ പോയി. നമ്മൾ ആളെ മീറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുക. എന്തായാലും കാര്യമായി, നമുക്കറിയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും ഇത് ഞങ്ങളുടെ നാട്ടിലെ പാലം, ഇത് കൊച്ചിയുടെ ചെട്ടി പാലം എന്ന് പറയും. ഇത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ വിശദമായിട്ട് കാണിക്കാം. ഇവിടെ വലിയഴിക്ക പാലമുണ്ട്, കൊച്ചിയുടെ ചെട്ടി പാലം, അങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണിക്കാൻ. നമ്മുടെ വണ്ടി ഇതൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് വെച്ചിട്ട് പോയപ്പോഴത്തേക്ക് ഇതിൻ്റെ സൗണ്ട് മാറിയായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ വന്നിരുന്നു. സൗണ്ട് ഇല്ലിപ്പോൾ അവിടെ അവരെ കൊണ്ട് ട്യൂൺ ചെയ്യിക്കാൻ വന്നിട്ടുണ്ടോ നമ്മൾ അടുത്തുള്ളതാണ്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിൻ്റെ പൊല്യൂഷൻ എടുക്കാൻ പോകണം. വണ്ടിക്ക് പൊല്യൂഷൻ തീർന്നിരിക്കുകയാണ്. പൊല്യൂഷൻ തീർന്നിട്ട് നമ്മൾ വണ്ടി വെളിയിൽ ഇറക്കില്ല. ഇപ്പോൾ അതും ചെയ്ത് സൗണ്ട് ചെയ്യാമെന്ന് വെച്ച് നമ്മൾ ഇവരിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഴിച്ചെടുത്തിട്ടുണ്ട്. അതിന് നമ്മളിവിടെ പൊല്യൂഷൻ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ സൈറ്റിനകത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത് എടുത്തിരിക്കും. ഇപ്പോൾ നമ്മുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി എന്തായാലും. പിന്നെ നമ്മുടെ ബുള്ളറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിലും നമ്മുടെ ഇതിൻ്റെ ഈ പേപ്പർ മിസ്സായിരുന്നു. ഇനിയിപ്പോൾ ഈ ബുള്ളറ്റിനകത്ത് യാത്ര പോകുന്നതുകൊണ്ട് അതിനകത്ത് ഒന്ന് മേടിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു പ്രിൻ്റ് അങ്ങ് എടുക്കാം എൻ്റെ കൂടെ. രണ്ടും അങ്ങ് കഴിഞ്ഞു.